കേരളം കഴിഞ്ഞ 2 ദിവസമായി ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു താനൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളുടെ വിഷയം. ആ പെൺകുട്ടികൾ എവിടേക്കാണ് പോയത്? കേരളം ഒന്നടങ്കം തന്നെ അത് നോക്കി നിന്നു. അറിയാൻ ആകാംക്ഷപൂർവ്വം ഭയത്തോടുകൂടെ നോക്കി നിന്നു. അവർ സുരക്ഷിതരായിട്ടാണോ എത്തിയിരിക്കുന്നത് എന്നടക്കമുള്ള വാർത്തകൾ ഇങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു ആ പെൺകുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. താനൂരിൽ നിന്നും നാടുവിട്ട് മഹാരാഷ്ട്രയിലെ പൂനെയിൽ കണ്ടെത്തിയ പെൺകുട്ടികളെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് പോലീസ് സംഘത്തിനൊപ്പം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത്. പെൺകുട്ടികളെ സ്വീകരിക്കാൻ മാതാപിതാക്കളും സഹോദരങ്ങളും എത്തിയിരുന്നു. കണ്ണീരോടെയാണ് മാതാപിതാക്കൾ ആ മക്കളെ സ്വീകരിച്ചത്. കുട്ടികളിൽ നിന്നും ലഭിച്ച വിവരം ഇങ്ങനെയാണ്. അതായത് കഴിഞ്ഞ 4 മാസം മുൻപാണ് ഇൻസ്റ്റഗ്രാമിൽ പെൺകുട്ടികൾ ഒരു യുവാവിനെ പരിചയപ്പെടുന്നത്. ഈ യുവാവുമായി നിരന്തരം സൗഹൃദം സ്ഥാപിക്കുന്നു, ടെലിഫോൺ നമ്പർ വാങ്ങിക്കുന്നു, നിരന്തരം കോളുകൾ ചെയ്യുന്നു. പിന്നീട് ആഴത്തിലേറിയ സൗഹൃദം ഈ യുവാവുമായി പെൺകുട്ടികൾ സ്ഥാപിക്കുന്നു. അങ്ങനെ ഇവർ മുംബൈയിലേക്ക് യാത്ര തിരിച്ചുവെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അവർ യാത്ര ചെയ്തത്? പെൺകുട്ടികൾ സഞ്ചരിച്ച വഴികൾ ഏതൊക്കെയെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. അതായത് ബുധനാഴ്ച രാവിലെ 11 മണിയോടുകൂടെ ഈ കുട്ടികൾ പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പോകുന്നു എന്നാണ് വീട്ടുകാരോട് പറഞ്ഞത്. അങ്ങനെ അവർ സ്കൂൾ യൂണിഫോമിൽ പരീക്ഷയ്ക്കായിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. പിന്നീട് കുട്ടികൾ സ്കൂളിൽ എത്തിയിട്ടില്ല എന്ന് സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ അറിയിക്കുകയാണ്. അപ്പോൾ സമയം 12 മണിയോടെ കഴിഞ്ഞു. പിന്നീട് അവരുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്ക് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വസ്ത്രം മാറി കുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂവ് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് പിന്നീട് ലഭിച്ചത്. കുട്ടികൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോയത്? അവരുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഉച്ചയ്ക്ക് 2 മണിയോടെ കോഴിക്കോടാണ് അവരുടെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് എന്ന്. അപ്പോൾ പോലീസ് നിരന്തരമായ അന്വേഷണം നടത്തി. ഈ ടെലിഫോൺ അവരുടെ സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. വൈകുന്നേരം 7 മണിയോടെ മുംബൈയിലെ ബ്യൂട്ടി പാർലർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. മലയാളികളും സന്നദ്ധ പ്രവർത്തകരും പങ്കാളികളാകുന്നു. രാത്രി 11:30 സബർബൻ ട്രെയിനിൽ രാത്രി 11:45 കുട്ടികൾ പോകുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതിനിടെ ഈ 11:45 ഈ കുട്ടികൾ ഇവരെ കൊണ്ടുപോയ യുവാവിനെ ഫോൺ വിളിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളും പോലീസിന് ലഭിക്കുന്നു. ട്രെയിനിൽ മുംബൈയിൽ നിന്ന് സബർബൻ ട്രെയിനിലേക്ക് ഈ കുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ ഈ യുവാവുമായി ഒപ്പമുണ്ടായിരുന്നില്ല. ഈ യുവാവുമായി ഇവർ തമ്മിൽ വഴക്കിടുകയും ഈ യുവാവുമായി പിരിയുകയും ചെയ്തു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പുലർച്ചെ 1:45 മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തുന്നു എന്നാണ് പിന്നീട് പോലീസ് സംഘം പറഞ്ഞത്. ഈ ട്രെയിനിൽ കുട്ടികളെ കണ്ടെത്തിയതിനു ശേഷം പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം വളരെ നാടകീയത നിറഞ്ഞ സംഭവങ്ങളായിരുന്നു. പോലീസ് സംഘം കുട്ടികളുമായി നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് താനൂരിലെത്തിയ കുട്ടികളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും കാര്യങ്ങൾ തിരക്കുകയൊക്കെ ചെയ്ത്. ഇതിൽ നിന്നും 4 മാസം മുൻപ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഈ യുവാവുമായി കുട്ടികൾ യാത്ര പോവുകയാണ് എന്നാണ് പറഞ്ഞത്. എന്താണ് ഇന്ന് താനൂർ സ്റ്റേഷനിൽ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ജംഷീർ കൊടിഞ്ഞു പറയും. അതിലേക്ക് മുംബൈയിൽ നിന്ന് നാട്ടിലെത്തിച്ച കുട്ടികളുടെ മൊഴി താനൂർ പോലീസ് വിശദമായി രേഖപ്പെടുത്തി. ആ മൊഴിയിൽ കുട്ടികൾ പറയുന്നത് തങ്ങൾക്ക് ഇത്തരത്തിൽ യാത്ര പോകാനുള്ള താല്പര്യം കൊണ്ടാണ് യാത്ര പോയത് എന്ന കാര്യം പറയുന്നതായി പോലീസ് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ റഹീം അതായത് അക്ബർ റഹീമും ഈ കുട്ടികളും ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു യാത്ര പോകുന്നത് എന്ന കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ മുംബൈയിലുള്ള ഈ ബ്യൂട്ടി പാർലർ എത്തിയതുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകളൊക്കെ ഇങ്ങനെ ഉയർന്നിരുന്നു. എന്നാൽ അതിനകത്ത് ദുരൂഹതകൾ ഇല്ല എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കുട്ടികൾ യാദർച്ഛികമായാണ് ആ ബ്യൂട്ടി പാർലറിൽ എത്തിപ്പെട്ടത് എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. ഏതായാലും കുട്ടികളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കുട്ടികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തുകയുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇനി കുട്ടികളെ കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ടതുണ്ട്. കുട്ടികളെ അവർക്ക് കൗൺസിലിങ്ങിന് വിധേയമാക്കി അവരുടെ മാനസിക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവർ ആപ്റ്റായതിനു ശേഷമായിരിക്കും അവരെ പാരൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ കൂടെ വിടുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചെയോടെയാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവരുടെ കൂടെ യാത്ര ചെയ്തിരുന്ന
അക്ബർ റഹീം എന്ന യുവാവിനെ, ഇടവണ്ണ സ്വദേശിയായ അക്ബർ റഹീം എന്ന യുവാവിനെ താനൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അക്ബർ റഹീമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് താനൂരിലേക്ക് എത്തിക്കുകയും താനൂർ DYSPയുടെ നേതൃത്വത്തിൽ വിശദമായി ഇയാളെ ചോദ്യം ചെയ്ത് വരികയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് ഇന്ന് വൈകുന്നേരം 7:30 അക്ബർ റഹീമിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. റഹീം അസ്ലം എന്നായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന പേര്. എന്നാൽ പോലീസ് പറയുന്നത് റഹീം അസ്ലം എന്ന് സമൂഹ മാധ്യമങ്ങളിൽ അയാൾക്ക് തന്നെ ഇട്ട പേരാണ് എന്നുള്ളതാണ്. അക്ബർ റഹീം എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേരെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കുട്ടികളുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് അക്ബർ റഹീമിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടികളെ ഫോണിൽ നിരന്തരമായി ശല്യപ്പെടുത്തി പിന്തുടരൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ റഹീം അസ്ലമിനെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വാർത്ത എന്നുള്ളത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ കുട്ടികളെ കാണാതായതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ആ ചോദ്യങ്ങളിൽ ചിലതിനൊക്കെ ഉത്തരങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ കുട്ടികൾ എങ്ങനെയാണ് പോയതെന്ന് സംബന്ധിച്ച്, അതായത് അവർക്ക് സ്വയം യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹത്താലാണ് പോയതെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് എങ്ങനെ പണം കിട്ടിയെന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽപ്പന നടത്തിയാണ് ഇത്തരത്തിൽ പണം കണ്ടെത്തിയെന്ന ഒരു സൂചനയും പോലീസ് നൽകുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇനിയും നടക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ പെൺകുട്ടികളുടെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരൂഹതകളൊക്കെ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. ജംഷീർ പറഞ്ഞതുപോലെ ഇനി ഒരുപാട് ദുരൂഹതകൾ ഈ കാര്യത്തിലുണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ പെൺകുട്ടികൾ ഈ യുവാവുമായി സൗഹൃദം സ്ഥാപിച്ചത് എങ്ങനെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയും കൂടുതൽ ഈ യുവാവിനെ ചോദ്യം ചെയ്താൽ മാത്രമേ അറിയുകയുള്ളൂ. അതെല്ലാം തന്നെയും വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് വെറും 4 മാസത്തെ സൗഹൃദം കൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഈ യുവാവിനൊപ്പം പോയത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടികൾ യാത്രയ്ക്കായി ജംഷീർ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണം വിറ്റ് പണമാക്കി അങ്ങനെയാണ് ഇവർ യാത്രയ്ക്കായി പോയത്. അതിനുശേഷം അവർ മുംബൈയിലെ ബ്യൂട്ടി പാർലർ എത്തുന്നു. അവിടെ നിന്ന് മേക്ക് ഓവർ രൂപമാറ്റം വരുത്തുന്നു. മുടിയൊക്കെ ഉൾപ്പെടെ വെട്ടി അവർ മേക്ക് ഓവർ നടത്തിയാണ് അവർ മുന്നോട്ടുള്ള യാത്രകളെ സമീപിച്ചത്. അപ്പോൾ ഈ പോലീസിനോട് ഈ കുട്ടികൾ പറയുന്ന മൊഴികളിൽ ഏതെങ്കിലും തരത്തിൽ വൈരുദ്ധ്യമുണ്ടോ, ഒപ്പം തന്നെ യുവാവും ഈ പെൺകുട്ടികളും തമ്മിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ജംഷീർ കൊടിഞ്ഞാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഈ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. കഴിഞ്ഞ 2 ദിവസമായി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ തന്നെ ചർച്ചയായ ഒരു വിഷയം തന്നെയായിരുന്നു. ഈ കുട്ടികളെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് മലയാളി സമാജത്തിനടക്കം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ മലയാളി സമാജ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരും പോലീസിനെ സഹായിക്കുന്ന തരത്തിലുള്ള അന്വേഷണമായിരുന്നു നടത്തിയത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലുള്ള ഒരു നീക്കമായിരുന്നു പെൺകുട്ടികളുടേത്. അതായത് ഇവർ മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിലേക്കുള്ള ട്രെയിനിലല്ല ഇവർ യാത്ര ചെയ്തത്, മറിച്ച് ചെന്നൈയിലേക്കുള്ള ട്രെയിനിലാണ് യാത്ര ചെയ്തത്. ഈ ചെന്നൈയിലേക്കുള്ള ട്രെയിനിൽ അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് ഈ മലയാളി സമാജം പ്രവർത്തകർ പരിശോധന നടത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ പരിശോധന നടത്തിയതിന് ഫലമായിട്ടാണ് ഈ കുട്ടികളെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത്. വലിയ രീതിയിൽ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു കേരളം കഴിഞ്ഞ ദിവസം കേട്ടത്.